ഗബ്രിയേലിന്റെ ദർശന സാബല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി. ക്രിസ്മസ് ആണ്, നല്ല ഭക്ഷണത്തിന്റെ കൂടി സമയമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല പിടിയും കോഴിയും. പിള്ളേരെ വേണ്ട. പിന്നെ തുടങ്ങിയാലോ? മധ്യ കേരളത്തിലെ ക്രിസ്മസിന്റെ പ്രധാന ഐറ്റങ്ങളിലൊന്ന് പിടിയും കോഴിയും. തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ ആദ്യം ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം. എന്നാ കൊണ്ട കഴിയിട്ടുക. ആ സമയത്ത് നമുക്ക് ബാക്കി പച്ചക്കറി. അപ്പൊ ഇറച്ചി കഴി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഉള്ളി സവോള ചേട്ടാ ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്യണേ. എന്തുകൊണ്ടാ ഇത് കുപ്പിയിൽ വന്ന ഭൂതവും. അപ്പൊ ചിക്കൻ സംഭവമൊക്കെ റെഡി വരുന്ന നേരം കൊണ്ട് നമുക്ക് പിടിയുടെ പരിപാടി തുടങ്ങാം. ഇതിപ്പം അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് തേങ്ങ ചിരണ്ടി ചെയ്ത്. ഇനി പിടി കുഴയ്ക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം. നമ്മൾ പച്ചവെള്ളത്തിലല്ല, തിളച്ച വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് സീസൺ ചെയ്യാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും ജീരകവും ഒക്കെ കൂടെ ഒന്ന് ചതച്ച് ചേർത്തിടാം. തേങ്ങ ഇട്ട് തിരുമ്മി വെച്ച പൊടി. അപ്പൊ ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ പരിപാടി തുടങ്ങാം. ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു. നമുക്കിനി മസാല റെഡിയാക്കാം. നമ്മുടെ കോഴിക്കറിയുടെ പ്രത്യേകത ഉണ്ടോ? നമ്മുടെ കോഴിക്കറി വറുത്തരച്ച കോഴിക്കറി. കോട്ടയത്ത് ടിപ്പിക്കലി ഉണ്ടാക്കുന്ന, കോട്ടയം ഇടുക്കി സൈഡുകളിലൊക്കെ ഉണ്ടാക്കുന്ന, അങ്ങനെ വേറെ ഇതുവരെ ആരും ഉണ്ടാക്കാത്ത അല്ലേ? നമ്മളുണ്ടാക്കിയാലും നമ്മളുണ്ടാക്കും. ഇതിൻ്റെയൊക്കെ നമ്മൾ അളവ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓരോ വീട്ടിലും ഇങ്ങനെ കൈമാറി വ്യത്യസ്തമായിരിക്കും. ഓരോ വീട്ടിലും ഓരോ റെസിപ്പികൾ കാണും. നമ്മളിപ്പോൾ കോട്ടയത്ത് എന്ന് വെച്ചിട്ട് 100 വീട്ടിൽ കയറി 100 മീൻകറി കൂട്ടിയാൽ 100 100 ടേസ്റ്റ് ആയിരിക്കും, 100 നല്ലതുമായിരിക്കും. അപ്പോൾ വറുത്തരയ്ക്കാനുള്ളതൊക്കെ സെറ്റാകുന്ന സമയം കൊണ്ട് നേരത്തെ കുഴച്ച് വെച്ച മാവ് നമുക്കൊന്ന് നല്ലപോലെ കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഏകദേശമായോ? ഇത് ഏകദേശം റെഡിയാകാറായി. ഇനി അരച്ചെടുത്താൽ മതി. അപ്പം മാവ് നടന്നിട്ടുണ്ട്, അത് ഉരുട്ടിയെടുക്കാം. ഒരുപാട് സൈസ് വേണ്ട കേട്ടോ. നമ്മളൊരു നെല്ലിക്കക്കാട്ടിലും ഇച്ചിരി കൂടെ ചെറുത്. അപ്പോൾ വറുത്തരയ്ക്കാനുള്ള ഐറ്റംസ് തണുത്ത് വന്നിട്ടുണ്ട്. അതും കൂടെ മിക്സിക്കകത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. നമ്മൾ മസാലയൊക്കെ പൊടിക്കാൻ പോയിട്ടുണ്ട്. പിടിയെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് ഗ്രേവിക്കുള്ള സവോളയൊക്കെ അരിഞ്ഞെടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. പച്ചമണം മാറി അല്ലേ? പച്ചമണം മാറി നല്ല വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു ശകല മസാലയും കൂടെ, ഒരു സ്വല്പം മഞ്ഞപ്പൊടി, പിന്നെ ലേശം ചിക്കൻ മസാല. നമ്മൾ ഓൾറെഡി മസാലയൊക്കെ നമ്മൾ വറുത്തരച്ചതിനകത്ത് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് മതി. ഈ ചിക്കൻ എല്ലാം കൂടെ നമുക്കൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് കഴിക്കാം. നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് വേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാല, ബാക്കി ഗരം മസാല ചേർക്കാം. കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 3 തക്കാളി അതും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് കടുകൊക്കെ ഒന്ന് കൂട്ടി ചേർത്തിട്ട് നമുക്ക് പിടിയും കൂടെ ചേർത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം തിളച്ചു, നമുക്കിനി പിടിയിടാം. കലക്കി വെച്ചതും കൂടെ. യെസ്, ഇനി കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കുറച്ചുപ്പും ലേശം പഞ്ചസാരയും. അപ്പോൾ നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്.
അപ്പോ പിടിയും കോഴിയും എല്ലാരും വാങ്ങോ. കുറെ ആളുകൾ വേണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് എങ്ങനെയുണ്ട് സംഭവം ഉണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂടുണ്ട്. ഇത്ര സമയം എടുത്തപ്പോ ഞാൻ വിചാരിച്ചു സാധനം കൊളവാകും. സംഭവം അടിപൊളി, കൊള്ളാമനെ. നല്ല ടേസ്റ്റാണ്. കഴിയുന്നവരൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലോകമെമ്പാടുമുള്ള മാതൃഭൂമി ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.